നമസ്തേ ബച്ചോ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി നാം ഹിന്ദിയിലെ ചില പ്രയോഗങ്ങളെയാണ് പരിചയപ്പെട്ടത്. ഇന്ന് നമുക്ക് ജിത്തന ഉത്തന, യദി തോ അഗർ തോ, ജോ വഹ് ഈ 3 പ്രയോഗങ്ങളെ മനസ്സിലാക്കാം. ആദ്യം ജിത്തന ഉത്തന. ഇത് മലയാളത്തിൽ പറഞ്ഞാൽ എത്രയാണോ അത്ര. ഇങ്ങനെ മലയാളത്തിൽ പ്രയോഗിക്കാറില്ല. ഒരു ഉദാഹരണം നോക്കൂ. ജിത്തന വഹ് ഹോഷിയാർ ഹേ ഉത്തന ചാലാക് ഭി ഹേ. അവൻ എത്ര ബുദ്ധിശാലിയാണോ അത്രയും സൂത്രശാലിയും കൂടിയാണ്. വേറൊരു ഉദാഹരണം നോക്കൂ. ജിത്തന പരിശ്രം കരേഗ ഉത്തന ഫൽ മിലേഗ. എത്ര പരിശ്രമിക്കുന്നുവോ അത്രയും ഫലം ലഭിക്കും. ഒരു ഉദാഹരണം കൂടി നോക്കൂ. ജിത്തനി പുസ്തകം അൽമാരി മേ ഹേ ഉത്തനി ലേ ജാവോ. എത്ര പുസ്തകം അലമാരിയിലുണ്ടോ അത്രയും കൊണ്ടുപോയിക്കോളൂ. അടുത്ത പ്രയോഗം യദി തോ അഗർ തോ. ഇതിന് മലയാളത്തിൽ എങ്കിൽ എന്ന അർത്ഥം വേണമെങ്കിൽ പറയാം. ഇവയ്ക്ക് രണ്ടിനും ഒരേ അർത്ഥമാണ്. യദി തും ആവോഗെ തോ മേം ഭി ആവൂങ്ക. നിങ്ങൾ വരികയാണെങ്കിൽ ഞാനും വരാം. അഗർ ബാരിഷ് ഹോഗി തോ മേ നഹി ജാവൂങ്ക. മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ പോവില്ല. ഒരു ഉദാഹരണം കൂടി നോക്കൂ. യദി തും സമയ പർ ആവോഗി തോ തുമേ സസ നഹി മിലേഗി. നിങ്ങൾ സമയത്തിന് വന്നാൽ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുകയില്ല. അടുത്ത പ്രയോഗം നോക്കൂ. ജോ വഹ്. ആരാണോ അവൻ. ഉദാഹരണം നോക്കൂ. ജോ അച്ഛി തരഹ് പഠ്താ ഹേ വഹ് പാസ് ഹോത്താ ഹേ. നന്നായി പഠിക്കുന്നവൻ പാസ്സാകുന്നു. ജോ കൽ ആയ വഹു മേരാ മിത്ര ഹേ. ഇന്നലെ വന്നവൻ എൻ്റെ സുഹൃത്താണ്. നോക്കൂ കൂട്ടുകാരെ, ജോ എന്ന വാക്ക് ഒരു സർവനാമം കൂടിയാണ്. ഈ സർവനാമത്തോടു കൂടിയും വിഭക്തി പ്രത്യയങ്ങൾ ചേർത്ത് പ്രയോഗിക്കാം. ഒന്ന് നോക്കിയാലോ. ജോ പ്ലസ് നെ ജിസ്നെ. ജോ പ്ലസ് കോ ജിസ്കോ जिसे. जो प्लस से जिससे. जो प्लस का जिसका. जो प्लस के जिसके. जो प्लस की जिसकी. जो प्लस में जिसमें. जो प्लस पर जिस पर. जो प्लस के लिए जिसके लिए. ഇത് ജോ എന്ന സർവനാമത്തിൻ്റെ ഏകവചനത്തിലുള്ള പ്രയോഗമാണ്. ഇനി ഇതിൻ്റെ ബഹുവചനം നോക്കാം. ജോ പ്ലസ് നെ ജിൻഹോം നെ. ജോ പ്ലസ് കോ ജിൻകോ ജിനെ. ജോ പ്ലസ് സെ ജിൻസെ. ജോ പ്ലസ് കാ ജിൻക. ജോ പ്ലസ് കെ ജിൻകെ. ജോ പ്ലസ് की जिनकी. जो प्लस में जिनमें. जो प्लस पर जिन पर. जो प्लस के लिए ജിൻകെ ലിയെ. കൂട്ടുകാരെ, ജോ വഹ് എന്നുള്ളത് ഏകവചനത്തിലാണ് പ്രയോഗിക്കുക. ഇതിൻ്റെ ബഹുവചനം വരുമ്പോൾ ജോ വേ എന്നാകും. ഇത് ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് ഇന്നത്തെ പ്രയോഗങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ബാക്കിയുള്ളവ അടുത്ത ക്ലാസ്സുകളിൽ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.